ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് പഞ്ചസാര, 1 കപ്പ് മിൽക്ക് പൗഡർ, കുറച്ച് വാനില എസൻസ്, ഒരു പിഞ്ച് ഉപ്പ്, 6 മുട്ട, പിന്നെ വേണ്ടത് 1 കപ്പ് ഓയിലാണ്. ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ മിൽക്ക് പൗഡറും പഞ്ചസാരയും ഒക്കെ എടുത്തിട്ടുള്ളത്. നമ്മൾ ഏത് കപ്പിലാണ് ഓയിൽ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ മിൽക്ക് പൗഡറും പഞ്ചസാരയും എടുക്കണം. ഇനി ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 6 മുട്ട എടുത്തിട്ട് ബീറ്റാക്കി എടുക്കുന്നുണ്ട്. നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ തന്നെ ബീറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ മുട്ട നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഉപ്പാണ്. അപ്പോൾ ഇതാ പഞ്ചസാര നല്ലതുപോലെ ബീറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷവും നല്ലതുപോലെ തന്നെ ബീറ്റാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിലും ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്ന് കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നത്. 2-3 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഈ കേക്കിൻ്റെ ടേസ്റ്റ് മാറില്ല, ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. നമ്മൾ കുട്ടികൾക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ആക്കി വെക്കുന്നതാണ്. ഈ ഒരു ടൈം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൈദയാണ്. ഞാൻ ആദ്യം കാണിക്കാൻ വേണ്ടി വിട്ടുപോയതാണ് കേട്ടോ. ഓയിലും പഞ്ചസാരയും മിൽക്ക് പൗഡറൊക്കെ എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ 1 കപ്പ് മൈദ എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണോ ഓയിൽ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ എല്ലാം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മൈദ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അധികം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പാടില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സായി വരുന്ന രൂപത്തിൽ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ മൈദയും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫാക്കി ഇടാം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ യൂസ് ചെയ്തിട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സ് ആക്കുമ്പോൾ സ്പീഡിൽ മിക്സ് ആക്കാതെ മെല്ലെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗീ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട്. ഗീ എല്ലായിടത്തും സ്പ്രെഡാക്കിയിട്ട് ചൂടായി വന്നാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് 30 to 45 മിനിറ്റ് ആണ് ബേക്കാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് മൂടി കൊടുത്തിട്ട് 30 to 45 മിനിറ്റ് ബേക്കാക്കി എടുക്കാം. അപ്പോൾ ഇതാ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കൂടി ബേക്കാക്കി എടുക്കേണ്ടതുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കൂടി ബേക്കാക്കി എടുക്കാം. ഈ കേക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇത്ര മൊരിഞ്ഞ് വരണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം മുമ്പ് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി.
അപ്പോഴതും നമ്മൾ അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഈ കേക്ക് കുറച്ച് നാള് വെച്ച് കഴിഞ്ഞാലും കേക്ക് മോശാവത്തൊന്നുമില്ല, ടേസ്റ്റ് കൂടുകയേ ഉള്ളൂ. നമ്മൾ ചുട്ടിട്ട് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് കഴിക്കുന്നതാണ്. അപ്പോഴേ നമുക്ക് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നമ്മളിതുപോലെ ഉണ്ടാക്കി വെച്ചിട്ട് കുട്ടികൾക്ക് വൈകുന്നേരം ചായയോടൊപ്പം കൊടുക്കാൻ വേണ്ടി പറ്റിയൊരു അടിപൊളി കേക്കാണ്. കുട്ടികൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുകയും ചെയ്യും. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിലെ എസൻസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീട്ടിലുള്ള സാധനം മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. വായിലിട്ട് അരിഞ്ഞു പോകുന്ന അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഇപ്പോൾ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതുകൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.